ഹലോ, ഞാനിപ്പോൾ കോവളത്താണുള്ളത്. കോവളത്ത് ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് എത്തിയിട്ടുള്ളത്. സ്കൂബ ഡൈവിങ് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. ഞാനിപ്പോൾ നേരത്തെ ഇവിടെ ബോണ്ട് വാട്ടർ സ്പോർട്സ് എന്ന് പറയുന്നൊരു സ്ഥാപനത്തിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി കുറച്ച് നാളുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ സ്കൂബ ഡൈവിങ്ങിൻ്റെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പൺ വാട്ടർ ഡൈവ് എന്നാണ് അതിൻ്റെ പേര്. ഒരു എൻട്രി ലെവൽ കോഴ്സാണ്. അപ്പോൾ അന്ന് പക്ഷേ സീ ഓപ്പൺ ആയിരുന്നില്ല. സീ ഓപ്പൺ അല്ലായിരുന്നുകൊണ്ട് തന്നെ സാധാരണ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു കോറിയിൽ വെച്ചാണ് ഈ സ്കൂബ ഡൈവ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം അന്ന് അവരെനിക്ക് ഓഫർ ചെയ്തായിരുന്നു, സീ ഓപ്പൺ ആവുന്ന സമയത്ത് വീണ്ടും നമുക്ക് 2 ഡൈവ് തരാമെന്ന് സീയിൽ. അപ്പോൾ സീയിൽ ഉള്ള ഡൈവ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നേരെ ഇപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഡൈവ് കാര്യങ്ങളെല്ലാം ശേഷം വിശദമായിട്ട് പറയാം. ഓക്കെ, നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കേരളത്തിൽ തന്നെയുള്ള ലീഡിങ് ആയിട്ടുള്ള ബോണ്ട് ഓഷ്യൻ സഫാരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തന്നെ ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുള്ള ജിഷ്ണു എന്നുള്ള ആളാണ് എൻ്റെ കൂടെ വരാൻ പോകുന്നത്. ജിഷ്ണു, ഓക്കെ. മെയിൻ ഇൻസ്ട്രക്ടറായിട്ടുള്ള ആദർശുണ്ട്. ഹായ് ഹായ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയി നോക്കാം. ജിഷ്ണു പോവാം. ഓക്കെ, ബൈ. സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ അല്ലേ? നിനക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഓക്കെ, നമ്മുടെ റെഗുലേറ്റർ. ഓക്കെ, നമുക്ക് ടാങ്ക് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ടാങ്ക് ഓക്കെ, നമ്മളിത് യൂസ് ചെയ്തത് നമ്മൾ വായിൽ വെച്ചിട്ട് 2 സൈഡ് അടിച്ച് പിടിക്കണം. എന്നിട്ട് നമ്മൾ സ്ട്രോ വെച്ച് വലിക്കുന്നില്ലേ, അതേപോലെ സെയിം ആയിട്ട് നമ്മൾ വലിക്കണം. ഓക്കെ, മാസ്ക് നമ്മൾ അവിടെ നിന്നല്ലേ എടുക്കുന്നത്? ഇതാണ് മാസ്ക് നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ കാണാൻ വേണ്ടി അല്ലേ? അതെ, ബ്യൂട്ടിക്ക് വേണ്ടി നമ്മൾ മാസ്കിനകത്ത് എയർ സ്പേസ് വരുന്നുണ്ട്. അത് കാരണം നമ്മൾ കാണുന്ന ഒബ്ജക്റ്റ് വലുതായിട്ടും അടുത്തായിട്ടും തോന്നും. ഓക്കെ, പോവാം. ഹലോ, അപ്പോൾ നമ്മൾ സ്കൂബ ഡൈവ് ചെയ്യാൻ വേണ്ടി സാധനങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. ഇവിടെ എല്ലാം റെഡിയാണ്. ഇതൊക്കെയാണ് സാധനങ്ങൾ. നമ്മൾ വണ്ടി കയറി കഴിഞ്ഞു. വിഷ്ണുവിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ വണ്ടി കയറിയിട്ട് നമ്മൾ മൂവ് ചെയ്യുകയാണ്. നേരെ ബീച്ചിലേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. നേരെ അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം റെഡിയാണ്. എല്ലാം ഇറക്കി കഴിഞ്ഞ് വണ്ടിയിൽ നിന്ന്. അപ്പോൾ നേരെ ഇനി നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ബീച്ചിലെത്തിക്കഴിഞ്ഞു. ഇതൊക്കെയാണ് നമ്മുടെ പണി സാധനങ്ങൾ. എല്ലാം റെഡിയാണ്. ഫിറ്റ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ടാങ്ക് ഉണ്ട്. ഇതിലാണ് നമ്മുടെ എയർ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മുങ്ങി വരാനും എയർ എടുക്കാനും വേണ്ടിയുള്ള മെയിനായിട്ടുള്ള സാധനം BCD എന്ന് പറയും. അതിൻ്റെ കൂടെ നമുക്ക് എയർ വലിച്ചെടുക്കാൻ വേണ്ടിയുള്ള റെഗുലേറ്റർ ഉണ്ട്. അതുപോലെ വെള്ളത്തിലേക്ക് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി താന്നു പോകാൻ വേണ്ടിയുള്ള വെയിറ്റ് ഉണ്ട്. എല്ലാ സാധനങ്ങളും റെഡിയാണ്. നമ്മൾ ഇനി കിറ്റ് ചെയ്തിട്ട് നേരെ ഇറങ്ങാൻ പോവുകയാണ്. സ്റ്റോപ്പായി കഴിഞ്ഞാൽ അപ്പം തന്നെ ആയിക്കോളും. കണ്ടോ? ഇപ്പോൾ ഓക്കെ എടാ. ഹലോ, എല്ലാം റെഡിയാണ്. പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞു ഡൈവിന് ഇറങ്ങാൻ വേണ്ടി. ാണ് എൻ്റെ കൂടെ വിഷ്ണു ഉണ്ട്. നമ്മൾ ഇറങ്ങാൻ പോകണം. ഷോർട്ട് ഡൈവാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പതിയെ നമ്മൾ സീയിലേക്ക് ഇറങ്ങുകയാണ്. മാസ്ക് വെച്ച് പതുക്കെ ഇറങ്ങി. ഓക്കെ, ഇപ്പോൾ ഉറക്കിയുണ്ടല്ലോ. ഹായ്. ഇപ്പോൾ നമ്മൾ വെള്ളത്തിലെത്തി കഴിഞ്ഞു. ജിഷ്ണു എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു. ജിഷ്ണു പറഞ്ഞോളൂ. നമ്മൾ പോകുന്നത് 150 ബാർ റിസർവ് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് 150 ബാർ എത്തുന്നു. അപ്പോൾ പറയണം പടിയും പൊങ്ങിയണം. അത് കഴിഞ്ഞ് നമ്മൾ 70 ബാറാകുമ്പോൾ നമ്മൾ ലൈവ് റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്. കരയുന്നത് ഇത്രയും ദൂരം എത്തിക്കഴിഞ്ഞു. തൊട്ടടുത്തല്ല, കുറച്ച് നീങ്ങിയിട്ടാണ് നമ്മൾ ഡിസെൻഡ് ചെയ്യാൻ പോകുന്നത്. ഡിസെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്നതാണ്. അസെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വെള്ളത്തിന് മുകളിലേക്ക് വരുന്നതാണ്. പക്ഷെ നമുക്ക് നോക്കി അറിയാം, വെള്ളമൊക്കെ
കേവ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരു ഗ്യാങ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ,
മണിക്കൂർ ഡൈവാണ് പൂർത്തിയാക്കിയത്. ജിഷ്ണുവോട് കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കോളം ബീച്ചിൻ്റെ സൈഡിൽ കൂടെ കുറേ കറങ്ങി അവിടെ വരെ പോയിരുന്നുള്ളൂ അല്ലേ? ഈ പാറയെ ഇങ്ങനെ കറങ്ങി പോയില്ല നമ്മൾ? ഒരുപാട് ഉള്ളി അങ്ങോട്ട് കയറിപ്പോയി. ഒരുപാട് മീനുകളൊക്കെ കണ്ടല്ലേ? നൈസായിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നായിട്ട് നല്ല അടിപൊളിയായിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു തന്നെ നല്ല രസമായിരുന്നു. ശരിക്കും നമ്മൾ എന്താ പറയുക, പുതിയൊരു ലോകത്തിൽ എന്നൊരു പ്രതീതിയാണ് നമ്മൾ ആദ്യമായിട്ട്, പ്രത്യേകിച്ച് സീ ഡൈവ് ചെയ്യുമ്പോൾ. നമ്മളിപ്പോൾ കരയിലുള്ള കാര്യങ്ങൾ മാത്രമാണല്ലോ നമ്മൾ കാണുന്നുള്ളൂ. വെള്ളത്തിനടിയിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് യാതൊരു ഐഡിയ ഇല്ലല്ലോ. ശരിക്കും ഒന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവമാണ് സ്കൂബ ഡൈവിങ്. അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങളും ചെയ്യുക. ഇവിടെ കോവളത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോണ്ട് ഷിൻസ് വാട്ടർ സ്പോർട്സ് എന്നുള്ള സ്ഥാപനമുണ്ട്, ഇവിടെ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഡൈവൊക്കെ കഴിഞ്ഞ് നമ്മൾ കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം കരയിലേക്ക് വരാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ തിരിഞ്ഞിടന്നിട്ട് എന്നിട്ടിങ്ങനെ അടിച്ചാൽ മതിയാവും പതിയെ. ശരിക്കും പറഞ്ഞാൽ കടലിൽ അങ്ങനെ നീന്തിയിട്ടേ ഇല്ലായിരുന്നു കാര്യം. അപ്പോൾ പുഴയിലൊക്കെ നീന്തിട്ടുണ്ടെങ്കിലും കടലിലുള്ള പരിപാടി ആദ്യമായിട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സംഭവം പ്രതീക്ഷിച്ച പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു. അപ്പോൾ നമ്മളിത് എത്തിക്കഴിഞ്ഞ് കരയിലേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ചങ്ങായിമാരും ഇത് കയറുകയാണ്.